ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൂണിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും ഈ കൂൺ ബെഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിത്തായിട്ടുള്ളൂ, വിത്തല്ല കേട്ടോ, മൊട്ട് പൊട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ബെഡിലുണ്ടായ കൂൺ ചാകരയാണ് കേട്ടോ. ഇതാണ് കൂൺ ചാകര കേട്ടോ. നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചേന്ന് ബെഡിൽ അല്ല, ഇത് പുതിയ ബെഡാണ്. ഇത് ഫസ്റ്റ്, ഈ ബെഡിൽ ഫസ്റ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിലൊരുപാട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ. വലിപ്പം കുറവാണ്, എന്നാലും നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തടയിനൊക്കെ ഉണ്ട്, എങ്കിലും ഫ്രഷ് കൂണാണ്. അപ്പോൾ നമുക്കത് പറിച്ചെടുക്കാം. ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടതിൽ സന്തോഷമുണ്ട്, കൂൺ ചുട്ട് കഴിക്കുന്ന വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പാണിത്. അപ്പോൾ ഇനി വിത്ത് ഇറക്കിയിട്ടില്ല, വിത്ത് ഇറക്കിയിട്ട് വേണം ഇനിയുള്ള ബെഡുകൾ ഇടാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഒരു ബെഡിൽ നിന്ന് ഒരു വിളവെടുപ്പാണിത്. ഫസ്റ്റത്തെ വിളവെടുപ്പാണ് ഈ ബെഡിലത്തെ. അത് നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് വിളവെടുപ്പ് കിട്ടിയിട്ടുള്ളത് ഇതാ, ഒരു പ്ലേറ്റ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വിളവെടുപ്പ് തന്നെയാണ്. ഒരു ബെഡിൽ നിന്ന് ഒരു ദിവസത്തെ വിളവെടുപ്പാണിത്. ഒരു ബെഡിൽ നിന്ന് മാത്രമാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 10 ബെഡൊക്കെ ഉണ്ടെങ്കിൽ എത്ര വിളവെടുപ്പ് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത് നല്ല വിലയുള്ള സാധനമാണ്. അപ്പം 100 രൂപയൊക്കെയാണ് ഒരു പാക്കറ്റിന് വില. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ വിളവെടുപ്പും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പച്ചക്കറിയും കൂണും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി തുടങ്ങുക. ഓണാവുമ്പോഴേക്കും നമുക്ക് ഒന്നിച്ച് വിളവെടുപ്പ് നടത്തുകയും ചെയ്യാം, ഓണം ആഘോഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ കൃഷി ചെയ്ത് തുടങ്ങിയാൽ ഓണാവുമ്പോഴേക്ക് കുറച്ച് നമുക്ക് കിട്ടും. 2 മാസം മുന്നേ തുടങ്ങേണ്ടതായിരുന്നു. എന്തായാലും തുടങ്ങാത്തവർ നേരത്തെ തന്നെ ഇന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ എന്തായാലും പയർ, വെണ്ട, വഴുതന ഒക്കെ പിടിപ്പിച്ച്, മത്തൻ, കുമ്പളം ഒക്കെ റെഡിയാക്കുക. അതുപോലെ ചെണ്ടുമല്ലിയും കൃഷി ചെയ്യുക. ഇതാ ചെണ്ടുമല്ലി ഞാൻ കൃഷി ചെയ്തു, മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് പൂവിടാനുള്ള ചെണ്ടുമല്ലി, അതുപോലെ എന്താണിത്, കാശിത്തുമ്പ, ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂവും ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പാണ്. കൂണുണ്ട്, പിന്നെ അതുപോലെ തന്നെ പയറുണ്ട്, വെണ്ടുണ്ട്, പച്ചമുളക് പഴുത്തതുണ്ട്, പച്ചുണ്ട്. എല്ലാതും കൂടി ഇന്ന് ഒരു നല്ലൊരു വിളവെടുപ്പ് കിട്ടിയ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. നമ്മൾ ഇതുകൊണ്ട് നല്ലൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിന് നമ്മളെ കുക്കിംഗ് സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊരു കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കൂണിൻ്റെ ചാകര തന്നെയാണ് കേട്ടോ, ചാകരയാണത്. നമുക്ക് കുറച്ചല്ലേ കിട്ടാറുള്ളൂ, ഇതിപ്പോൾ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് കൂൺ ചാകരയാണ്. അതുപോലെ പച്ചക്കറി ഡിജിറ്റലിൽ സിദ്ദിഖിയ കുരല എലിസബത്ത് ട്രെയിലർ മകള സാക്കിരുസിൻ കവലായി വെട്ടാന സോന സോന ഇവൻ അംഗം. കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് വന്നിട്ടുണ്ടേ. റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെഡി ആയിട്ട് കാണിക്കാം. റെഡി ആയിട്ട് വരികയാണ്. റെഡി ആയിട്ടുണ്ട്.
ഓ നല്ലൊരു മണം തന്നെ അടിക്കുന്നുണ്ട് ഇവിടെ. അപ്പോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചട്ടിയൊക്കെ പഴയതാട്ടോ, കമന്റ് ചെയ്യരുത് അതൊന്നും, ചട്ടി പഴയതാണെന്നും പറഞ്ഞിട്ട്. പക്ഷെ അലുമിനിയത്തിന്റെ പാത്രമാണ്. എന്തായാലും ഇത് അടിപൊളിയാണ്, നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. കുക്ക് ചെയ്യണ ആൾക്ക് നല്ല കൈപ്പുണ്യാണ്, എന്ത് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇത് സ്പെഷ്യലാണ്, ഞാൻ വെച്ച പോലെയൊന്നുമല്ല, നല്ല മണം അടിക്കുന്നുണ്ട്. ഇത്തിരി തരുണാവോ. അവിടെ ഒരാൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കറി? സൂപ്പർ സൂപ്പർ കറിയാണെന്നാ പറയുന്നത്. ഇപ്പൊ ടേസ്റ്റ് നോക്കാൻ ഇത്തിരി തന്നിട്ടുണ്ട്, കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. കഴിച്ചിട്ട് പറയാവേ. ചൂടൊക്കെ ഉണ്ട്. സൂപ്പർ സൂപ്പർ. അയ്യോ, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു തരുമോ? ഇതെങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു തരണേ, അത് ഞാൻ കണ്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും കൂണ് കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാട്ടോ. അടിപൊളി അടിപൊളി സൂപ്പർ. അച്ഛൻ പിന്നെ വന്ന് ചോദിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ ഉണ്ട് എന്ന്.